ആവറേജ് എബോർഡിൻ്റെ ഇടയില്ല കണ്ടിരിക്കാം. ചിലയിടത്ത് കോമഡി വർക്കൗട്ടായി, ചിലയിടത്ത് കോമഡി വർക്കൗട്ട് ആയിട്ടില്ല. കുറച്ച് ചളിയായിട്ട് തോന്നി. എന്തായാലും ജയിച്ചു തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. 4ാം ഭാഗം എൻ്റെ വരട്ടെ. പടം കണ്ടിരിക്കാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷേ പ്രൊഡ്യൂസറിന് മുതലാക്കി കാശ് കിട്ടും. പടം മൊത്തത്തിൽ കുഴപ്പമില്ല. വിനായകൻ കുഴപ്പമില്ല. സണ്ണിവീനൊക്കെ പ്രശ്നപ്പെട്ടില്ല. പടം മൊത്തത്തിൽ ഒരു ആവറേജ് എബോർഡിൻ്റെ ഇടയില്ല. ആട് 1 നല്ലതാണ്, ആ 2 അത്രയും വരില്ല. എന്തായാലും പടം കണ്ടിരിക്കാം. നല്ല പടമായിരുന്നു. ഷാജി പാപ്പനും ഡൂഡും സിനിമ തൂക്കി. അവസാനമൊക്കെ നല്ല രസമായിരുന്നു. ആ കോമഡിയാണ്, ഫൈറ്റും ആക്ഷനും നല്ല കോമഡിയാണ്. എല്ലാരും കാണണം എന്നല്ല ഞാൻ പറയുന്നത്. സമയത്ത് എല്ലാവർക്കും കാണാം. ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്, ഫാന്റസി ഉണ്ട്. ഷാജി ബാബൻ, ഒരു ഷാജി ബാബൻ, 2 ഷാജി ബാബൻ, 3 ഷാജി ബാബൻ ഉണ്ട്. പടം കൊള്ളാൻ കിടു. ഒരു ടൈം ട്രാവൽ ഫാന്റസി കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ആദ്യ ഭാഗത്തെ പോലെ 2ാം ഭാഗത്തെ പോലെ കോമഡീസ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പാസ്റ്റ് രംഗങ്ങളൊക്കെ നല്ല കോമഡി നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഒരു ടൈം ട്രാവലൊക്കെ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോവാണ്. ഒരു സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. ഷാജി പാപ്പനും ടീമും മൊത്തം കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു, എല്ലാവരും കാണണം, മസ്റ്റ് വാച്ച്. ആട് 1 ഉം 2 കണ്ടിട്ട് പോയാൽ മതി. പിന്നെ ടൈം ലൈൻ വെച്ച് നോക്കുമ്പോഴാണ് എല്ലാം ഇത് വരുന്നത്. കോമഡി സിനിമ, മസ്റ്റ് വാച്ച്. ക്യാപ്റ്റൻ ക്ലീറ്റസ്, യെസ്. പുള്ളിയുടെ ആ കോമഡിയും ആ പ്രാന്ത് തേങ്ങ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളി ഭയങ്കര ഫണ്ണിയാണ്. ബോർഡക്സ് കഴിഞ്ഞുള്ളൂ, വെക്കേഷനായി വെക്കാൻ, അതുകൊണ്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ നിർത്തുക. അതുകൊണ്ടാണ് എല്ലാവരും പ്ലാൻ ചെയ്ത് വന്നത്. അത് തന്നെ മാറി, അത് തന്നെ ഒരുപാട് ചിരിച്ചു. ആൻഡ് ഒരു ഭയങ്കര 2ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. വിച്ച് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എന്താ പറയുക ലെവലിലേക്ക് കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ടൈമിങ്സ്, ആർട്ടിസ്റ്റ്, എവ്രി വൺ വെർ ഇൻട്രൊഡ്യൂസ് സോ വെൽ. ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ക്യാരക്ടറൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഹസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. അതെ, അത് ആക്ച്വലി ഈ 2 കാലഘട്ടം കാണിക്കുന്ന സമയത്ത് കാണുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ, എന്തായിരിക്കും എന്നുള്ളത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് ഓരോ ആർട്ടിസ്റ്റിനെയും അവർ പോർട്രേ ചെയ്തു എന്നുള്ളതാണ്. വിച്ച് ഇസ് എ വെരി ഇന്റലിജന്റ് ജോബ് ആൻഡ് ഇറ്റ് ഇസ് വെരി നൈസ്. ഡൂഡ് അടിപൊളിയല്ലേ? ഡൂഡ് രക്ഷയില്ല. വിനായകൻ ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും, വിജയ് ചേട്ടനാണെങ്കിലും, വിനായകൻ ചേട്ടനാണെന്നുണ്ടെങ്കിലും, ഷൈജു ചേട്ടനാണെന്നുണ്ടെങ്കിലും, ഇന്ദ്രൻ ചേട്ടനാണെന്നുണ്ടെങ്കിലും, മൈ ഗോഡ്, ഈസ് അമേസിങ്. ഒന്നും പറയാനില്ല. എന്തോരം ചേഞ്ച് ഓവേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരുടെയും. ഒന്നിനും സുന്ദർ ചേച്ചി, എവ്രിവൺ ഈസ് ഗുഡ്. നോക്കട്ടെ, ഇതായിട്ടൊക്കെ വരും. നല്ല പടങ്ങളാണ്, നല്ല രസമുണ്ട്. തുടങ്ങുന്നുള്ളൂ, ഇനി അടുത്ത് ശരിക്കും സ്റ്റോറി തുടങ്ങുന്നുള്ളൂ. ഇനി ആട് 4 ഉണ്ട്. അടിപൊളിയായിരുന്നു, ഇഷ്ടമായി. എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഡ്യൂഡിൻ്റെ എൻട്രി എനിക്ക് കുറച്ചൊരു ഇഷ്ടമായി, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓവറോൾ അടിപൊളിയാണ്. വേറൊരു വൈബിലോട്ട് പോയി സ്ക്രിപ്റ്റ് കണ്ടിരിക്കാൻ രസമാണ്. അപ്പം നിങ്ങൾ കണ്ടായിരുന്നോ എല്ലാവരും? ഫാൻറ്റസി ഇതിൻ്റെ ഗ്രാഫിക്സും പരിപാടിയൊക്കെ ചെയ്തേക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. പിന്നെ മലയാളം പടങ്ങളൊക്കെ ഇപ്പോൾ വേറെ ലെവലിലോട്ട് വരുവാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോറിൻ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുത്ത ഒരു സ്ലോ മോഷൻ എൻട്രി ഒക്കെ സീനാണ്, അടിപൊളിയാണ്. പിന്നെ പറയാനാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പടമാണ്. ബാക്ക്ഗ്രൗണ്ട് അത് കുറേ സാറ്റിസ്ഫൈ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ വേറെ വൈബിലോട്ട് പോയി. അപ്പോൾ ഇനിയിപ്പം ആട് 3 തന്നെ പാർട്ട് 2 ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സൂപ്പർ മൂവിയാണ്, നന്നായിട്ടുണ്ട്. അതെ, ത്രൂ ഔട്ട് കോമഡി ഉണ്ട്. ഷാജി പാപ്പന് പിള്ളേർ അടിപൊളിയാണ്. പിന്നെ വിനായകനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് ബാബു, അങ്ങനെ ഷാജി പാപ്പനും പിള്ളേരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻറ്റസി പാട്ടൊക്കെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഇത്രയും കൂടിയും ലാക്കില്ലാതെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ടൈം ട്രാവൽ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കാണിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക്
ഷാജി പാപ്പൻ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം ഇഷ്ടായി? ആ. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടായി? ഷാജി പാപ്പൻ ഷാജി പാപ്പൻ ഫാൻസ് ആണ് നിങ്ങള്? കുറച്ച് ആട് ഫസ്റ്റ് തൊട്ട് ഭയങ്കര ഷാജി പാപ്പൻ ഫാനായിരുന്നു. അന്നാള് ചെറുതാണ്, ഇപ്പൊ അതുകൊണ്ടാണ് വീണ്ടും മൂവി കാണാൻ വേണ്ടി വന്നത്. ചേട്ടാ നേരത്തെ പറഞ്ഞത് ഫുള്ളാക്കി. പടം നല്ലതാണ്, നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഫാന്റസി ഉണ്ട്, പിന്നെ കോമഡി ഉണ്ട്, അപ്പൊ എല്ലാം കൂടെ എല്ലാം കൂടി നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ജയസൂര്യ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ വാല്യൂ ആയിട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കത്തനാരൊക്കെ വരുമ്പോൾ നന്നായിട്ട് കണക്ട് ആവും എല്ലാവർക്കും. കാരണം ഇത് ഈ ഒരു മോഡിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൺവിൻസിങ് ആവും, കൂടുതലും കൺവിൻസിങ് ആവും. പിന്നെ പ്രതീക്ഷിച്ചില്ല ജയസൂര്യന് ഇത്രയും നല്ലൊരു റോളായിട്ട്. അടുത്ത വർക്ക് ആവുന്നതാണ്. കുഴപ്പമില്ല, നന്നായിട്ട്.